ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മളിപ്പോൾ ഉള്ളത് പാലാരിവട്ടത്തുള്ള പോപ്പുലർ നെക്സ ഷോറൂമിലാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ക്രിസ്മസിന്റെ നല്ല അടിപൊളി ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ ഹൈക്കസ് നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്ന ആളാണ്. അപ്പം ഹൈക്കസ് ആണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വെഹിക്കിളിന്റെയും ഒരു സ്പ്ലിറ്റപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഹൈക്കസ് നമ്മൾ ആദ്യമേ ഏത് വെഹിക്കിളിലേക്കാണ് പോകുന്നത്? ആദ്യമേ നമുക്ക് ഇഗ്നിസിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഇഗ്നിസിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഐക്കസ് നമ്മുടെ ഇഗ്നിസിന് നല്ല അടിപൊളി ഓഫേഴ്സ് ആണെന്ന് കേട്ടല്ലോ. 80,000 രൂപയോളം ഒക്കെ ഓഫേഴ്സ് വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. 80,000 അടുത്താണ് ഓഫേഴ്സ് വരുന്നത്. ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പ്ലിറ്റപ്പ് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ഇഗ്നിസിന്റെ മാനുവൽ വേരിയൻസ് വരുമ്പോൾ 50,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും വരുന്നുണ്ട്. അതുകൂടാതെ റേഡിയൻസ് കിറ്റ് എന്ന് പറഞ്ഞ ഒരു ആക്സസറീസ് കിറ്റും ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും കോർപ്പറേറ്റ് ബെനിഫിറ്റ് വരുമ്പോൾ 2,100 രൂപയും റൂറൽ ഓഫർ വരുമ്പോൾ 3,100. ടോട്ടൽ ബെനിഫിറ്റ്സ് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 75,900 രൂപയാണ് മാനുവൽ വേരിയൻസിന് വരുന്നത്. ഇത് കൂടാതെ ഓട്ടോമാറ്റിക് വേരിയൻസ് ആണെങ്കിൽ 55,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും ഇത് കൂടാതെ 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും പിന്നെ അതേപോലെ റേഡിയൻസ് കിറ്റും ഫ്രീ ആണ്. പിന്നെ 2,100 രൂപയുടെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്, റൂറൽ ഓഫർ 3,100, ടോട്ടൽ 80,900 രൂപയുടെ ഓഫേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അതപ്പോ ഒരു അടിപൊളി ഒരു പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം മെയിൻ ആയിട്ടും ഈ റേഡിയൻസ് കിറ്റ് എന്ന് പറയുന്ന ഒരു അക്സറീസ് കിറ്റ് ആണ്. പക്ഷെ അതെങ്കിലും ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിറ്റ് ആണല്ലേ. നമുക്ക് ഇന്റീരിയറിൽ മാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കുറെ അക്സറീസ് സാധനങ്ങളും ഒക്കെ വരുന്ന ഒരു കിറ്റാണ് ഈ റേഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കിട്ടുമ്പം പിന്നെ തന്നെയല്ല ഒരു 1.2 ലിറ്റർ എഞ്ചിനാണ്, നല്ല പെപ്പി എഞ്ചിനാണ്. അപ്പൊ ഒരു ഇഗ്നിസ് നോക്കുന്നവർക്ക് ഇതൊരു പറ്റിയ അവസരം തന്നെ. കാരണം ഓൾമോസ്റ്റ് 80,000 രൂപയോളം ഈ വെഹിക്കിളിനൊന്നും അങ്ങനെ ഓഫേഴ്സ് വരാറുള്ളതല്ല അല്ലേ? അതെ അതെ. അപ്പൊ ഇതൊരു നല്ല ബൈ ആയിരിക്കും ഈ ഒരു ക്രിസ്മസിന്. അപ്പൊ നമുക്കിനിയിപ്പോ അടുത്ത വെഹിക്കിളിലേക്ക് പോകാം അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസിയുടെ കയ്യിൽ രാജാവെന്ന് തന്നെ എടുത്തു പറയാവുന്ന ഒരു വെഹിക്കിളാണ് ഗ്രാൻഡ് വിറ്റാറ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് 2 ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് ഒരു ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളും ഉണ്ട്. അതുപോലെ തന്നെ നോൺ ഹൈബ്രിഡ് ആയിട്ട് സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം വരുന്ന ഒരു വെഹിക്കിൾ നമുക്ക് ഈ ഒരു ഗ്രാൻഡ് വിറ്റാറയിൽ അവൈലബിൾ ആണ്. അപ്പൊ ഹൈക്കസ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഓഫർ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് ഗ്രാൻഡ് വിറ്റാറയ്ക്ക്? ഗ്രാൻഡ് വിറ്റാറയുടെ സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോൾ നമുക്ക് കൺസ്യൂമർ ഓഫർ വരുന്നത് 70,000 രൂപയാണ്. ഇത് കൂടാതെ എക്സ്റ്റൻഡഡ് വാറന്റി ഫ്രീ ആണ്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നത് 50,000 രൂപയാണ്. അതേസമയം SUV സെഗ്മെന്റിലുള്ള ഒരു വണ്ടിയായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ 55,000 രൂപ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. ടോട്ടല് 1,05,000 രൂപയാണ് അപ്പൊ എക്സ്ചേഞ്ച് ബോണസ് കിട്ടുന്നത്. അതൊരു അടിപൊളി ഓഫറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു SUV ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ SUV എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പം നേരത്തെ ഇപ്പൊ ഒരു സ്കോർപിയോ പോലുള്ള ഒരു വെഹിക്കിൾ, അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു വെഹിക്കിൾ ആണ് നിങ്ങൾ ഗ്രാൻഡ് വിറ്റാറയായിട്ട് യൂസ് ചെയ്യുക അല്ലെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു എക്സ്ട്രാ ഒരു 50,000 രൂപയും കൂടെ നമുക്കൊരു എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് കിട്ടും. കാരണം നോർമൽ കേസുകളിൽ 50,000 രൂപ വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു SUV യൂസ് ചെയ്യുക ഇതുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ അഡീഷണൽ അപ്പൊ ടോട്ടൽ 1,05,000 രൂപ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതൊരു അടിപൊളി ഓഫറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇപ്പൊ എല്ലാവരും വെഹിക്കിളൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുന്നവർക്ക് ഇതൊരു കിടിലം ഓഫറാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത് എന്താണ് ബ്രോ ഇതിന്റെ ഒരു ബാക്കി കഴിഞ്ഞിട്ടില്ല? ഇത് കൂടാതെ ഒരു അഡീഷണൽ ഒരു ഓഫർ വന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് ഓഫർ നമുക്ക് 15,000 രൂപ വരെ ഇപ്പൊ കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇഫ്കോ ഓഫർ വരുമ്പോൾ, അതായത് റൂറൽ ഓഫർ വരുമ്പോൾ 3,100 രൂപയാണ് ഓഫർ വരുന്നത്. ടോട്ടൽ വരുമ്പോൾ 1,90,000 പ്ലസ് എക്സ്റ്റൻഡഡ് വാറന്റിയാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാറിൽ നിന്ന് കിട്ടുന്നത്. എക്സ്റ്റൻഡഡ് വാറന്റി ഓൾമോസ്റ്റ് 40,000 രൂപയുടെ എക്സ്റ്റൻഡഡ് വാറന്റിയാണ് വരുന്നത്. അത് അതിനകത്തൊരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഈ ഒരു വെഹിക്കിൾ എടുക്കുമ്പോൾ ടോട്ടൽ വെഹിക്കിളിന്റെ ഒരു വാറന്റി എന്ന് പറയുന്നത് 6 വർഷത്തെ വാറന്റി അല്ലേ ടോട്ടൽ. അതായത് വണ്ടിക്ക് അല്ലാതെ നോർമലി വരുന്നത് ഒരു 3 വർഷത്തെ വാറന്റിയാണ്. അതിന്റെ കൂടെ ഈ എക്സ്റ്റൻഡഡ് വാറന്റി ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ടോട്ടൽ 6 വർഷത്തെ. അപ്പൊ 6 വർഷത്തേക്ക് നമുക്ക് വണ്ടിയുടെ കാര്യത്തിൽ ഒന്നും അറിയണ്ട. പിന്നെ അതുകൂടാതെ നമുക്ക് ഗ്രാൻഡ് വിറ്റാറയ്ക്ക് ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വർഷത്തേക്ക് ബാറ്ററിക്ക് വാറന്റിയും കിട്ടുന്നുണ്ട്. അപ്പം ഒരു 8 വർഷത്തേക്ക് വണ്ടിയെ പറ്റി പിന്നെ ഒന്നും തന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ മാരുതി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു മെയിൻ്റെനൻസിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഈ ഒരു ഓൾമോസ്റ്റ് 2 ലക്ഷത്തിനടുത്ത് ഓഫർ വന്നിട്ടുണ്ട്. അപ്പൊ ഗ്രാൻഡ് വിറ്റാറ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ടൈമാണെന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പൊ ഈ നമ്മുടെ നോൺ ഹൈബ്രിഡ് വേരിയന്റ് ആണെങ്കിൽ എങ്ങനെ ഓഫേഴ്സ് വരുന്നത് ഗ്രാൻഡ് വിറ്റാറ? നമ്മുടെ നോൺ ഹൈബ്രിഡിന് സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ ഓരോന്നിനും ഓരോ ഓഫേഴ്സാണ് വരുന്നത്. അപ്പൊ സിഗ്മയുടെ ഓഫേഴ്സിൽ നമുക്ക് തുടങ്ങാം. സിഗ്മയുടെ കൺസ്യൂമർ ഓഫർ വരുമ്പോൾ 60,000 രൂപയാണ് കൺസ്യൂമർ ഓഫർ വരുന്നത്. ഇത് കൂടാതെ 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസും 15,000 റുപ്പീസാണ് കോർപ്പറേറ്റ് ബെനിഫിറ്റ് വരുന്നത്. 3,100 രൂപ ഇഫ്കോ ഓഫേഴ്സ്, അതായത് റൂറൽ ഓഫർ.
ടോട്ടൽ 1,05,000 രൂപയുടെ ഓഫേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം അതിന്റെ അടുത്ത വേരിയന്റുകൾക്കൊക്കെ നമുക്ക് ഡെൽറ്റ വേരിയന്റ് വരുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലുള്ള ഓഫേഴ്സാണ് വരുന്നത്. 35,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ. ഇത് കൂടാതെ ഒരു ആക്സസറീസ് കിറ്റ് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. 48,599 രൂപയുടെ വർത്ത് വരുന്ന കിറ്റാണിത്. പിന്നെ മാരുതി സുസുക്കി സ്മാർട്ട് ഫിനാൻസ് ഓഫർ ഉണ്ട്. അതായത് മാരുതി നിന്ന് ഫിനാൻസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അഡീഷണൽ ഒരു 30,000 റുപ്പീസിന്റെ ഓഫറും കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ എക്സ്ചേഞ്ച് ബോണസ് വരുമ്പോൾ 30,000 റുപ്പീസും പിന്നെ അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ്, അതായത് SUV സെഗ്മെന്റ് ഉള്ള വണ്ടിയായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ 35,000 രൂപയാണ് നമുക്ക് ഡെൽറ്റ വേരിയന്റിൽ വരുന്നത്. പിന്നെ 15,000 രൂപയുടെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സും 3,100 രൂപയുടെ ഇഫ്കോ ഓഫറും ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 1,93,599 രൂപ വർത്ത് വരുന്ന ഓഫേഴ്സ് ആണ് വരുന്നത്. ഓക്കെ ബ്രോ, ഞാനപ്പോ ഒരു കാര്യം ചോദിട്ടെ, ഈ മാരുതി സുസുക്കി ഫിനാൻസിന്റെ ഓഫർ നമുക്ക് സിഗ്മ എടുക്കുന്ന ആൾക്ക് കിട്ടത്തില്ലേ? ഇല്ല, കിട്ടത്തില്ല. ഇല്ല. അപ്പം അതിന് തൊട്ട് മേലുള്ള നമ്മുടെ ഡെൽറ്റ തൊട്ടുള്ള വേരിയന്റ്സിനാണ് നമുക്ക് അത് കിട്ടുന്നത്. ഓക്കെ. ഈ മറ്റേ SUV-യുടെ ഓഫർ നമ്മൾ ആദ്യമേ പറഞ്ഞ ഹൈബ്രിഡ് വേരിയന്റിന് 55 രൂപ ആയിരുന്നെങ്കിൽ ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ നോൺ ഹൈബ്രിഡ് ആകുമ്പോൾ 35 രൂപ. ഹൈബ്രിഡിൽ ഡെൽറ്റ വേരിയന്റ് വരുമ്പോൾ 35 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പം ടോപ്പ് എൻഡ് ആണെങ്കിലും ബ്രോ, ഇതിന്റെ ഒരു ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ അതേസമയം നമ്മുടെ ആൽഫ വേരിയന്റിലോട്ട് നമുക്കൊന്ന് പോകുമ്പോൾ 35,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ വന്നിട്ടുണ്ട്. അതിൽ മാറ്റമില്ലാണ്ട് ആ സെയിം എമൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ആക്സസറീസ് കിറ്റിന്റെ എമൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 52,699 രൂപയുടെ ആക്സസറീസ് ആണ് നമുക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്. മാരുതി സുസുക്കി സ്മാർട്ട് ഫിനാൻസ് ഓഫറും ഉണ്ട് 30,000 രൂപ വർത്ത് വരുന്ന. പിന്നെ അത് കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് 30,000, പിന്നെ അഡീഷണൽ എക്സ്ചേഞ്ച് ഓഫർ വരുന്നത്, അതായത് ആ SUV സെഗ്മെന്റിലുള്ള വണ്ടിയായിട്ടാണ് കൺവേർഷൻ വരുന്നെങ്കിൽ സെയിം ആ ഇലക്ട്രിക് വണ്ടിയുടെ അതേ ഓഫറാണ് വരുന്നത്. 55,000 രൂപയാണ് ഓഫർ വരുന്നത്. ടോട്ടൽ നമുക്കപ്പോൾ എക്സ്ചേഞ്ച് ബോണസ് മാത്രം നോക്കുകയാണെങ്കിൽ 85,000 രൂപയുടെ ഓഫറാണ് നമുക്ക് വരുന്നത്. എക്സ്ചേഞ്ച് ബോണസ് മാത്രം നമുക്ക് 85,000 രൂപ കിട്ടും. അതെ. അപ്പൊ ഇത് ടോട്ടൽ എത്ര വരും നമുക്ക് ഇതിന്റെ ഒരു ടോട്ടൽ നമുക്ക് ഒരു 2,17,699 രൂപയുടെ ഓഫേഴ്സാണ് വരുന്നത്. ഓഫേഴ്സ് വരുന്നല്ലേ? ഓക്കെ. അപ്പൊ ഈ സീറ്റ ആണെങ്കിലോ? സീറ്റ വേരിയന്റ് വരുമ്പോൾ 35,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ, 49,990 രൂപയുടെ ആക്സസറീസ് കിറ്റും, പിന്നെ അത് കൂടാതെ മാരുതി സുസുക്കി സ്മാർട്ട് ഫിനാൻസ് 30,000, എക്സ്ചേഞ്ച് ബോണസ് വരുമ്പോൾ 30,000 പ്ലസ് 55,000 SUV കൺവേർഷൻ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ കോർപ്പറേറ്റ് ബെനിഫിറ്റ് 15,000, 3,100 റൂറൽ ഓഫർ. ടോട്ടൽ ബെനിഫിറ്റ് വരുമ്പോൾ 2,14,999 ആണ് വരുന്നത്. ആരും വേറെ ഇതുപോലൊരു സ്പ്ലിറ്റപ്പ് പറഞ്ഞിട്ടുണ്ടാകത്തില്ല. നമ്മുടെ വീഡിയോയിൽ മാത്രമേ കാണത്തുള്ളൂ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സ്പ്ലിറ്റപ്പ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പം അടുത്ത വീഡിയോ വെഹിക്കിളിലേക്ക് പോകാം അല്ലേ? അതെ. ഇപ്പം ഗ്രാൻഡറുടെ ഒരു ഓൾമോസ്റ്റ് നമ്മൾ സ്പ്ലിറ്റപ്പ് എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്ത ബലീനയിലേക്ക് പോകാം അല്ലേ? യെസ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ഈ ഓഫേഴ്സിനകത്ത് നിങ്ങൾ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞില്ലല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഓഫേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഈ വെഹിക്കിളിന്റെ എല്ലാം ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറയുന്നുണ്ടാവും. വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം നേരെ ബലീനോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഹൈക്കസ് ബലീനയ്ക്ക് എങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്? ബലേനോയിൽ നമുക്ക് വേരിയന്റ് അനുസരിച്ചും ട്രാൻസ്മിഷൻ അനുസരിച്ചും പല വിധത്തിലുള്ള ഓഫേഴ്സാണ് വന്നേക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ ബലേനോയിൽ കോമൺ ആയിട്ട് വരുന്ന ഓഫേഴ്സ് ഞാൻ പറയാം. ബലേനോയിൽ എക്സ്ചേഞ്ച് ബോണസ് വരുന്നത് 20,000 റുപ്പീസാണ്. ഇത് കൂടാതെ നമുക്ക് റൂറൽ ബെനിഫിറ്റ് വരുന്നുണ്ട്. 2,100 രൂപയാണ് റൂറൽ ബെനിഫിറ്റ്. ഇനി നമുക്ക് സിഗ്മ വേരിയന്റിലോട്ട് കിടക്കാം. സിഗ്മ വേരിയന്റ് വരുമ്പോൾ 45,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ വരുന്നത്. ഇത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് 60,526 രൂപയുടെ ഒരു കിറ്റ് കിട്ടും. കസ്റ്റമർ 10,000 രൂപ പേ ചെയ്യുകയാണെങ്കിൽ ഈ കിറ്റ് നമുക്ക് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് ഇതിൽ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ 45,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ, അല്ലെന്നാണെങ്കിൽ 10,000 രൂപ പേ ചെയ്തിട്ട് 60,526 രൂപയുടെ കിറ്റ് ഫ്രീ ആയിട്ട് നേടുക. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതായത് കിറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും. 45,000 രൂപ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് സെലക്ട് ചെയ്യാം. നമുക്ക് കിറ്റ് വേണ്ടവർക്കാണെങ്കിൽ കിറ്റ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്യാഷ് ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. അതെ. ഇപ്പൊ ഇവയെല്ലാം നമുക്കിപ്പോ ബലേനോ ബലീനയ്ക്ക് ബ്രോ നമുക്ക് ടോട്ടൽ ഒരു എത്ര രൂപയാണ് മാക്സിമം ഇതിന്റെ ഒരു ഡിസ്കൗണ്ട് വരുന്ന എമൗണ്ട്? ടോട്ടൽ ഡിസ്കൗണ്ട് വരുമ്പോൾ 82,626 രൂപ വരുന്നത്. അത്രയും എമൗണ്ട് ആണ് ഇതിന്റെ ഒരു മാക്സിമം ഡിസ്കൗണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ അടുത്ത വേരിയന്റുകളിലൊക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു ഡെൽറ്റ വേരിയന്റ് വരുമ്പോൾ റീഗൽ കിറ്റ് വരുന്ന 49,990 രൂപയാണ്. അതും 10,000 രൂപ പേ ചെയ്താൽ, അല്ലെന്നാണെങ്കിൽ 35,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ വരുന്നത്. ഇതേ കൂടാതെ സീറ്റ വേരിയന്റ് മാനുവൽ വരുമ്പോൾ 35,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ, അല്ലെന്നാണെങ്കിൽ 10,000 രൂപ കൊടുത്ത 50,428 രൂപയുടെ കിറ്റ് ഫ്രീ. ആൽഫ വേരിയന്റ് മാനുവൽ വരുമ്പോൾ
റീഗൽ കിറ്റ് വരുന്ന 45,829 രൂപയാണ് 10,000 രൂപ പേ ചെയ്താൽ. അല്ലെന്നാണെങ്കിൽ 35,000 രൂപയുടെ കൺസ്യൂമർ ഓഫറാണ്. അതേസമയം നമുക്ക് ഇനി ഡെൽറ്റ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിംഗ് വേരിയന്റിലോട്ട് പോവാം. അത് വരുമ്പോൾ 49,990 രൂപയുടെ കിറ്റ് 10,000 രൂപയ്ക്ക് കിട്ടും. അല്ലെന്നാണെങ്കിൽ 40,000 രൂപയുടെയാണ് കൺസ്യൂമർ ഓഫർ വരുന്നത്. സീറ്റ ഓട്ടോമാറ്റിക് വരുമ്പോൾ 40,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും 50,428 രൂപയുടെ കിറ്റ് 10,000 രൂപയ്ക്കും നമുക്ക് ലഭിക്കുന്നതാണ്. ആൽഫ ഓട്ടോമാറ്റിക് വരുമ്പോൾ 45,829 രൂപയുടെ കിറ്റ് 10,000 രൂപയ്ക്ക് ലഭിക്കും. അല്ലെന്നാണെങ്കിൽ 40,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ ആണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് സ്പ്ലിറ്റപ്പ്. നമ്മൾ ഈ സ്പ്ലിറ്റപ്പ് കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോയെന്ന് വെച്ചാൽ ഓരോ വേരിയന്റിലും അല്ലെ, ട്രാൻസ്മിഷനിൽ ആണെങ്കിൽ പോലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഇത്രയും നമുക്ക് വീഡിയോയിൽ മാക്സിമം പറ്റുന്ന അത്രയും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഫർദർ അല്ലെ ഫൈനൽ ഒരു ഡീറ്റെയിൽസിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കസിനെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന അത്രയും നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകും അല്ലേ? യെസ്, അടുത്തത് നമുക്ക് ഫ്രോൺസ് ആണ്. ഫ്രോൺസിന് 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ 1.2 ലിറ്ററും വരുന്നുണ്ട്, 1 ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട്. അപ്പൊ ബ്രോ, നമുക്ക് ഓൾമോസ്റ്റ് ഫ്രോൺസിന് 93,000 രൂപയുടെ ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ സ്പ്ലിറ്റപ്പും കാര്യങ്ങളും വരുന്നത്? നമ്മുടെ ഫ്രോൺസിന്റെ സിഗ്മ മാനുവൽ വേരിയന്റ് വരുമ്പോൾ 22,500 രൂപയുടെ കൺസ്യൂമർ ഓഫർ വരുന്നത്. ഇത് കൂടാതെ 3,000 രൂപയുടെ ഒരു വെലോസിറ്റി എഡിഷൻ ആക്സസറീസ് കിറ്റും ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഫ്രോൺസിന്റെ എല്ലാ വണ്ടികൾക്കും എക്സ്ചേഞ്ച് ബോണസ് വന്നേക്കുന്നത് 10,000 രൂപ തന്നെ. അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല. അടുത്തത് സിഗ്മ ഒഴികെയുള്ള ബാക്കിയുള്ള വേരിയൻസ് വരുമ്പോൾ മാനുവൽ വണ്ടികൾക്ക് 20,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ 1.2 ലിറ്ററിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 25,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ വരുന്നത്. പിന്നെ പ്രൈസിൽ എല്ലാത്തിലും ഓഫേഴ്സിൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുന്നത് നമ്മുടെ അടുത്ത വണ്ടിയിൽ, അതായത് 1 ലിറ്റർ ടെർബോ എഞ്ചിനിൽ. ടെർബോ വേരിയന്റ് വരുമ്പോൾ 40,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും പിന്നെ ഇത് കൂടാതെ 43,000 രൂപയുടെ ആക്സസറീസ് കിറ്റ് ഫ്രീ ആയിട്ടാണ് വരുന്നത്. ഇത്രയാണ് ഫ്രോൺസിൽ വരുന്ന ഓഫർ. ഈ വെലോസിറ്റി എഡിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ വെഹിക്കിളിൽ ഒരു കിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു നമ്മുടെ ആഡ് ഓൺസ് ഒക്കെയാണ് ഈ ഒരു വെലോസിറ്റി എഡിഷനിൽ മെയിനായിട്ടും എക്സ്റ്റീരിയറിൽ വരുന്ന ഒരു വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സൈഡിൽ മിററിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു കാർബൺ ഫിനിഷ്, ഈ ഒരു കവർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു നമ്മുടെ റെയിൻ ഗാർഡ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഫീച്ചേഴ്സാണ് എക്സ്റ്റീരിയറിൽ വരുന്നത്. അകത്ത് വരുമ്പോഴത്തേക്കിനും മാറ്റ് അങ്ങനെയുള്ള കുറെ കിറ്റ് ആക്സറീസ് ആണ് നമുക്ക് ഈ ഒരു വെലോസിറ്റി എഡിഷൻ എന്ന് പറയുന്ന കിറ്റിൽ വരുന്നത്. അത് ഒരുപാട് ഐറ്റം ഉണ്ട്, ബൂട്ട് മാറ്റ് വരെ ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ആണ് ആ ഒരു വെലോസിറ്റി കിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഫ്രോൺസിന്റെ അത്രയാണല്ലേ ഡീറ്റെയിൽസ്? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് ജിംനിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്ത നമ്മുടെ സ്വന്തം ലെജൻഡറി SUV ആയ ജിംനിയാണ്. ജിംനിയുടെ പ്രൈസ് നല്ല രീതിയിൽ ഇപ്പോൾ നല്ലൊരു പ്രൈസിങ്ങിലാണ് നിൽക്കുന്നത്. ആദ്യമേ ജിംനി വന്നപ്പോഴത്തേക്കിനും എല്ലാവരും ഒരു പ്രൈസിങ് അല്ലേ, ഒരു ഇച്ചിരി പ്രശ്നമായിരുന്നു ആളുകൾക്കൊക്കെ. ഇപ്പൊ നല്ലൊരു അടിപൊളി ഒരു പ്രൈസിങ് തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു ഓഫേഴ്സും വരുന്നുണ്ട് വെക്കുന്നത് അല്ലേ. എന്തൊക്കെയാണ് നമ്മുടെ ജിംനിക്ക് ഓഫേഴ്സ് വരുന്നത്? ജിംനിക്ക് ഇപ്പൊ നിലവിൽ എന്ന് പറഞ്ഞാല് ടോട്ടൽ ഓഫേഴ്സ് വരുമ്പോൾ 2,30,000 രൂപ വരെയുള്ള ഓഫേഴ്സാണ് വരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ സ്പ്ലിറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. സീറ്റ വേരിയന്റ് വരുമ്പോൾ 80,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ വരുന്നത്. ഇത് കൂടാതെ മാരുതി സുസുക്കി സ്മാർട്ട് ഫിനാൻസ് ഓഫറും വരുന്നുണ്ട്. അത് 95,000 രൂപ വരുന്നത്. ടോട്ടൽ വരുമ്പോൾ 1,70,75,000 രൂപയുടെ ഓഫേഴ്സാണ് സീറ്റ വേരിയന്റിന് വരുന്നത്. അതേസമയം ഫുൾ ഓപ്ഷൻ ആൽഫ വരുമ്പോൾ നമുക്ക് 80,000 രൂപയുടെ കൺസ്യൂമർ ഓഫറും വരുന്നുണ്ട്. 1,50,000 രൂപയുടെയാണ് സ്മാർട്ട് ഫിനാൻസ് ഓഫർ വരുന്നത്. ടോട്ടൽ വരുമ്പോൾ 2,30,000 രൂപ വരുന്നത്. അടിപൊളി ഒരു ഓഫറാണ്. ഇപ്പൊ ലോൺ നോക്കുന്നവർക്ക് മാരുതി ഫിനാൻസ് എടുക്കുവാണെങ്കിൽ ഈ ഒരു അല്ലേ ആ ഒരു പ്രൈസും കൂടെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇതിലിപ്പം മാനുവലിനും ഓട്ടോമാറ്റിക്കിനും ഓരോ ഓഫേഴ്സ് അല്ലേ, അതിന് വ്യത്യാസമില്ല. അതിന് വ്യത്യാസം, ട്രാൻസ്മിഷന് ഡിഫറൻസ് വരുന്നില്ല. വേരിയന്റ് ആകെ 2 വേരിയന്റ് വരുന്നുണ്ട്. ആ 2 വേരിയന്റിൽ മാത്രമേ ഉള്ളൂ ഓഫേഴ്സിലുള്ള വ്യത്യാസം വരുന്നത്. യെസ്, അപ്പൊ ജിംനിയുടെ അത്രയാണ്. ഇനിയിപ്പോ നമുക്ക് XL6ന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ XL6 ആണ്. മാരുതിയുടെ 6 സീറ്റർ കോൺഫിഗറേഷനിൽ വരുന്ന ഒരു വെഹിക്കിൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ബ്രോ നമ്മുടെ XL6ന്റെ ഓഫേഴ്സ് ഒക്കെ വരുന്നത്? XL6ന്റെ കൺസ്യൂമർ ഓഫർ വരുമ്പോൾ 30,000, ഇത് കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് വരുമ്പോൾ 20,000, ടോട്ടൽ 50,000 രൂപയുടെ ഓഫേഴ്സ് ആണ് XL6ന് വരുന്നതല്ലേ. ഓക്കെ. അപ്പം ഇതിലെങ്ങനെ വേരിയന്റ് വൈസ് അങ്ങനെ ഓഫർ ഡിഫറൻസ് എല്ലാ വേരിയന്റിലും ഒരേ ഓഫർ തന്നെ. ഓക്കെ, അപ്പം ഇനിയിപ്പോ നമുക്ക് അടുത്ത ഇൻവിക്റ്റ ആണല്ലേ. ഇൻവിക്റ്റയുടെ ഡീറ്റെയിൽസ് കൊണ്ട് നമുക്ക് നോക്കാം. അടുത്ത നമ്മുടെ ഇൻവിക്റ്റോയുടെ ഒരു ഓഫർ ഡീറ്റെയിൽസ് ആക്കുന്നത് 2,70,70,000 രൂപയാണ് നമ്മുടെ ഇൻവിക്റ്റോയ്ക്ക് ഇപ്പോൾ ഓഫർ വരുന്നത്.
അടിപൊളി ഒരു വെഹിക്കിളാണ്. അതായത് പ്രോപ്പർ നമുക്കൊരു MPV നോക്കുന്നവർക്ക് അടിപൊളി ഒരു വെഹിക്കിളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഹൈബ്രിഡ് വെഹിക്കിളാണ് വരുന്നത്. രണ്ട് വേരിയന്റേ നമുക്ക് വരുന്നുള്ളൂ. ടോപ്പ് എൻഡ് 2 ട്രിമിലേ വരുന്നുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ എങ്ങനെയാണ് ഹൈക്കസ് അതിന്റെ ഒരു സ്പ്ലിറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്? ഇൻവിക്ടോ വരുന്നത് ഹൈബ്രിഡ് ആണ്, 2 വേരിയന്റ് നമുക്ക് വരുന്നത്. അപ്പൊ ഇൻവിക്ടോയുടെ ആൽഫ വേരിയന്റ് വരുമ്പോൾ 1 ലക്ഷം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസാണ് വരുന്നത്. ഇത് കൂടാതെ 1,50,000 രൂപയുടെ മാരുതി സുസുക്കി സ്മാർട്ട് ഫിനാൻസ് ഓഫർ വരുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഓഫർ വരുന്നത് 20,000 രൂപയാണ്. ടോട്ടൽ 2,70,000 രൂപയാണ് ആൽഫ ഫുൾ ഓപ്ഷന് വരുന്നത്. അതേസമയം സീറ്റ വേരിയന്റ് ആണെങ്കിൽ 50,000 രൂപയുടെ MSSF ഓഫറാണ് വരുന്നത്, മാരുതി സുസുക്കി സ്മാർട്ട് ഫിനാൻസ് ഓഫർ. ഇത് കൂടാതെ 1 ലക്ഷം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ആ വേരിയന്റിനും വരുന്നുണ്ട്. ടോട്ടല് കോർപ്പറേറ്റ് ഓഫർ 20,000 രൂപ കൂടെ കൂട്ടിയിട്ട് 1,70,000 രൂപയാണ് നമുക്ക് ടോട്ടൽ ഓഫേഴ്സ് വരുന്നത്. ഒരു നല്ല ഒരു ബൈ ആണ്. കാരണം ഇൻവിക്ടോ നോക്കുന്നവർക്കൊരു നല്ലൊരു ഓഫർ. ഇതുവരെ ഇൻവിക്ടോക്ക് ഇങ്ങനെ ഇത്ര ഒരു ഓഫേഴ്സ് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇൻവിക്ടോ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ടൈമാണിത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പ്ലിറ്റപ്പും കാര്യങ്ങളും. ഇനിയിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാ വെഹിക്കിൾസിന്റെയും നമ്മൾ ഓൺ റോഡ് പ്രൈസ് പറയുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പറയാം. നമ്മുടെ ഇഗ്നിസിന്റെ സിഗ്മ വേരിയന്റ് വരുമ്പോൾ 6,30,674 രൂപയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൈസ് വരുന്നത്. അതേസമയം ബലേനോയുടെ സിഗ്മ വേരിയന്റ് വരുമ്പോൾ 7,32,514 രൂപയാണ് വരുന്നത്. ഫ്രോൺസ് സിഗ്മ വരുമ്പോൾ 8,60,761 വരുന്നത്. ഗ്രാൻഡ് വിറ്റാറ സിഗ്മ വരുമ്പോൾ 12,39,676 രൂപ വരുന്നത്. XL6ന്റെ സീറ്റ വേരിയന്റ് വരുമ്പോൾ 13,57,203 രൂപയാണ് വരുന്നത്. ജിംനയുടെ 2 വേരിയന്റ് നമുക്ക് പറയാം. സീറ്റ വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോൾ 13,67,564. ആൽഫ മാനുവൽ ട്രാൻസ്മിഷൻ വരുമ്പോൾ 14,26,753 രൂപ. അതേസമയം ഇൻവിക്ടോ നമ്മുടെ സീറ്റ വേരിയന്റ് വരുമ്പോൾ 30,82,323 രൂപയാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇപ്പൊ ഈ ഒരു ഓൺ റോഡ് പ്രൈസ് പറഞ്ഞതിൽ ഇത് ഒരു ഫൈനൽ പ്രൈസേ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബേസ് വേരിയന്റിന്റെ പ്രൈസ് മാത്രമായിട്ട് നമ്മൾ ജിമിനിയുടെ മാത്രമേ ഉള്ളൂ നമ്മൾ അല്ലെ ടോപ്പ് എൻഡ് വേരിയന്റ് രണ്ടും പറഞ്ഞു. ടോപ്പ് എൻഡും മാനുവലും അല്ല ടോപ്പ് എൻഡും ബേസ് വേരിയന്റ് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം അത് 2 വേരിയന്റ് വരുന്നുള്ളൂ. ബാക്കിയുള്ളതിന്റെ എല്ലാം നമ്മൾ ഒരു ബേസ് വേരിയന്റിന്റെ മാത്രം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഫൈനൽ പ്രൈസേ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആരും കൊടുക്കാത്ത ഒരു അട്രാക്റ്റീവ് പ്രൈസ് നിങ്ങൾക്ക് നമ്മുടെ ഹൈക്കസ് ഇവിടുന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈക്കസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈനൽ പ്രൈസ്, അതായത് നിങ്ങൾ ഏത് വേരിയന്റ് ആണോ ഏത് വെഹിക്കിളിന്റെ ഏത് വേരിയന്റ് ആണ് നോക്കുന്നതെങ്കിൽ അപ്പൊ ആ നേരെ ഹൈക്കസിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു ബെറ്റർ പ്രൈസ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഓഫർ കഴിഞ്ഞിട്ടുള്ള പ്രൈസ് ആണ്, പക്ഷേ ഇതൊരു അപ്രോക്സിമേറ്റ് പ്രൈസേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ തന്നെ നല്ലൊരു ബെറ്റർ പ്രൈസ് നിങ്ങൾക്ക് ഹൈക്കസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.